എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളങ്ങനെ കമ്പത്ത് നിന്നും കയറി 10-12 കിലോമീറ്റർ അകലെയുള്ള സുരുളി വാട്ടർഫാൾസ് കാണാൻ പോവുകയാണ്. പോകുന്ന വഴിയിലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ മനോഹരമായിട്ടുള്ള കൃഷിപ്പാടങ്ങളാണ്. ഇവിടെയും കൂടുതലായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് വാഴയും തെങ്ങും മുന്തിരിപ്പാടവും ഒക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. എന്തായാലും ഇരുവശവും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ട് സുരുളി വാട്ടർഫാൾസ് കാണാൻ പോകാം. നീലാകാശം ചുംബിച്ചു നിൽക്കുന്ന പോലെയുള്ള മലനിരകളും അതിന് കീഴെയായി കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിപ്പാടങ്ങളും കണ്ടുകൊണ്ട് എത്ര യാത്ര ചെയ്താലും നമുക്ക് ബോറടിക്കില്ല. ഇത് മെയിൻ ഹൈവേ ഒന്നുമല്ല കേട്ടോ, ഇതൊരു ഗ്രാമീണ റോഡാണ്. അപ്പോൾ അതിൻ്റെതായ ഭംഗി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ടില്ലേ, വിളവെടുപ്പ് കഴിഞ്ഞ ഒരുപാട് മുന്തിരിപ്പാടങ്ങളും വിളവെടുക്കാറായ മുന്തിരിപ്പാടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. എന്തായാലും നല്ല നല്ല കാഴ്ചകൾ. സുരുളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ കാലാവസ്ഥ കൂടി ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. വരണ്ട കാലാവസ്ഥയാണെങ്കിൽ വന്നിട്ട് കാര്യമില്ല, സുരുളിയിൽ വെള്ളം കാണത്തില്ല. അപ്പോൾ ഒരുവിധം നല്ലൊരു കാലാവസ്ഥ നോക്കി വരണം, നല്ല സീസൺ നോക്കിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. അതല്ല, നമുക്ക് ഈ ഗ്രാമീണ അന്തരീക്ഷവും ഈ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചാൽ മതിയെങ്കിൽ നല്ലൊരു യാത്രയാണ് ഇതുവഴിയുള്ള യാത്ര. നമ്മുടെ നാട്ടിലെ കൊക്കോയും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ സുരുളി എന്ന് പറയുന്ന വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വാട്ടർഫാളിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ധാരാളം കടകളൊക്കെ ഉണ്ട്, കുട്ടികളുടേതായിട്ടുള്ള കളിപ്പാട്ട കടകളൊക്കെ ധാരാളമുണ്ട്. ഒരുപാട് പേര് വാട്ടർഫാളിൽ പോയിട്ട് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വന്നിറങ്ങി. നല്ല സുഖമുള്ളൊരു സ്ഥലം കേട്ടോ, നല്ല വൈബുള്ളൊരു ഏരിയ. ഈ ഇരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ? ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. ഇത് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കണ്ട ഉടനെ തന്നെ എനിക്കത് മനസ്സിലായി. ഇത് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഔഷധമാണെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നല്ല ആരോഗ്യവും ഉണർവും ഓജസ്സും ഒക്കെ കിട്ടുന്നതിന് ഇത് സൂപ്പ് വെച്ച് കുടിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആട്ടുകാൽ കിഴങ്ങ് നടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ. ഇന്ന് നല്ല തിരക്കുണ്ട്, പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് ഒത്തിരി പേര് എത്തിയിട്ടുണ്ട്. ഇപ്പം വെറുതെയെങ്കിലും ഇവിടുത്തെ കളിപ്പാട്ട കടയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി പോകാമെന്ന് കരുതി. പിന്നെ കൂട്ടത്തിൽ എൻ്റെ മോനും ഒരു കളിപ്പാട്ടം വാങ്ങണം. അപ്പോൾ ഇങ്ങനെ ഓരോ കടയിലും കയറി ഇറങ്ങി നോക്കുകയാണ്. നല്ല വിലയാണ് അവർ ഓരോന്നിനും ചോദിക്കുന്നത്, നമുക്ക് വില പേശി മേടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ അകത്തേക്ക് നടക്കണം. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ, അവിടെയാണ് വാട്ടർഫാളിൻ്റെ എൻട്രിയും വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ള മലനിരകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നടന്ന് എൻട്രൻസിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്കും ഇവിടെയും ധാരാളം കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് കഴിക്കാനുള്ള പൊരിപ്പ് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അമ്പലമാണേ, അതേപോലെ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും കണ്ടില്ലേ, പൊരിപ്പ് ഐറ്റങ്ങളും ഒക്കെ ഇവിടെ ധാരാളമുണ്ട്. കണ്ടോ, പെൺകുട്ടികളുടെ വളയും കമ്മലും ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ തമിഴ്നാട്ടിൻ്റെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് കാണുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ പിന്നെ വെള്ളച്ചാട്ടം ആയതുകൊണ്ട് ധാരാളം വസ്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോകുന്നവർക്കും പോയിട്ട് വരുന്നവർക്കൊക്കെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ധാരാളം വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ കുട്ടികളുടെ കളിപ്പാട്ടവും
ധാരാളം ഉണ്ട്. ഇവിടെ ഒരു അമ്മ ഇരുന്ന് പൊരി വിൽക്കുന്നു, കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ്. കപ്പലിൻ്റെ ഇറക്കുന്ന ഒരു അമ്മമ്മ. എൻ്റെ അമ്മ വീണ്ടും ഒരു ഹെലികോപ്റ്റർ തൂക്കാനുള്ള പരിപാടിയാണ്. അമ്മ എടുത്ത് നോക്കി വിലയൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും ഒരു ഹെലികോപ്റ്റർ വാങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്ന് സുരുളി അരുവി എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് സുരുളി അരുവിയിലെ വാട്ടർഫാൾ കാണാൻ പോവാം. 8 മണി മുതൽ 4 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇഞ്ഞ് അകത്ത് കിടന്നു. ഇനിയിപ്പോൾ എന്തോ ആ കാണുന്ന കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോകാം നമുക്ക്. നമ്മുടെ വാഹനത്തിൽ മുന്നേ വന്നവരൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങന്മാർ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഏരിയയല്ലേ, എന്തായാലും കാണാതിരിക്കില്ല. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. കുട്ടികളുമായിട്ട് വരുന്നവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചത് കണക്ക് കിട്ടിയില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനം ഇവിടെ നിന്ന് വാട്ടർഫാളിൻ്റെ അങ്ങോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ വാഹനം ഇന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് നടന്നു പോയി കാണാൻ ഉള്ള ദൂരേ ഉള്ളെന്നാണ്. എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. ഒരുപാട് പേര് നടന്നു പോകുന്ന കണ്ടു. അപ്പം ഞങ്ങളും നടന്നു പോയി കാണാൻ തീരുമാനിച്ചു. ഈ പോകുന്ന വഴിയിൽ ഇതേപോലെ ധാരാളം കുട്ടിക്കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കരുതലോടുകൂടി കൊണ്ടുപോയില്ലെങ്കിൽ ഇവന്മാരിറങ്ങി ഒന്ന് പിടിച്ച് വാങ്ങിക്കൊണ്ട് പോകും. ക്യാഷൊക്കെ അടങ്ങിയ പേഴ്സൊക്കെ ആണെങ്കിൽ പിന്നെ അവന്മാരെ പിറകെ കിടക്കണം. അപ്പോൾ എല്ലാവരും രണ്ടും കൽപ്പിച്ച് നടക്കുകയാണ്. ഒരുപാട് പേര് അവിടെ പോയിട്ട് വരുന്നുണ്ട്. വയസ്സായ ആൾക്കാരൊക്കെ പോയിട്ട് വരുന്നുണ്ടോ. എന്തായാലും പോയി നോക്കാം. ഇതുവരെ വന്നതല്ലേ, ആ കാഴ്ച എന്തായാലും നിങ്ങളെ കാണിക്കാതെ പോകുന്നില്ല. എന്തായാലും പോയി കാണുക തന്നെ. ഇവിടെ നടന്ന് ക്ഷീണിച്ചൊക്കെ വരുന്നവർക്ക് അല്പനേരം വിശ്രമിക്കാനുള്ളൊരു സ്പേസാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വ്യത്യസ്തതരം വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഇരിപ്പിടമുണ്ട്. എൻ്റെ ഓപ്പോസിറ്റായിട്ട് പുഴയുടെ ഭാഗം. എന്തായാലും കൊള്ളാം, നല്ല വൈബുള്ളൊരു സ്ഥലം. ഇവിടെ വെച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം നമുക്ക്. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ, അടിപൊളിയായേനെ. ഇവിടെ വേണമെങ്കിൽ വനം വകുപ്പിൻ്റെ അണ്ടറിലൊരു അടിപൊളി പാർക്കൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. വളരെ നല്ലതായിരുന്നു ഇതിന് ഇവിടെ അത് ചെയ്തിരുന്നെങ്കിൽ. നല്ല തണലൊക്കെ ഉണ്ട്. പിന്നെ അവരൊരു നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് ഈ സ്ഥലത്തിനെ ഇങ്ങനെ തന്നെ നിലനിർത്തുന്നതായിരിക്കും ചിലപ്പോൾ. എന്തായാലും കൊള്ളാം. ഇതൊരു ഞാവൽ വൃക്ഷമാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാവൽ. അതിഭീകരനായ ഒരു ഞാവൽ വൃക്ഷം. അടിപൊളി. ഇവിടെയൊക്കെ ഞാവലിൻ്റെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഞാവൽപ്പഴത്തിൻ്റെ സീസണിൽ വരികയാണെങ്കിൽ ഒരുപാട് കുരങ്ങന്മാരെയും അതുപോലെ ഒരുപാട് പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഓരോരോ കാഴ്ചകളും നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. വനത്തിൻ്റെ ആകർഷണീയതയിൽ ഞാനിങ്ങനെ മതിമറന്ന് നടക്കുകയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഇവിടെ ചെറിയൊരു റിവറൊക്കെ ഉണ്ട്. ഇത് ഈ സുരുളി വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. സുരുളി റിവർ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനെയൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. മനോഹരമായിട്ടുള്ളൊരു നടത്തം വനത്തിനുള്ളിലൂടെ.
പിന്നെ ഇതൊക്കെ ആസ്വദിക്കാൻ കഴിവുള്ളവർ വന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അല്ലാതെ ഇവിടെയൊന്നും ഒന്നും കാണാനില്ല, ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അത്ര മനോഹരമായിട്ട് തോന്നത്തില്ല. ഇവിടെ ഒരു പുളിഞ്ചി മരം നിൽക്കുന്നേ. നമ്മുടെ നാട്ടിലെ പുളിഞ്ചി ആയിരിക്കില്ല ഇത്, പക്ഷേ പുളിഞ്ചി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലെ പുളിഞ്ചി മരം. അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിരിക്കും. അതിൻ്റെ അടുത്ത് ബോർഡും വെച്ചിട്ടുണ്ട് പുളിഞ്ചി എന്ന്. ഇതിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോഴത്തേക്ക് അതിഭീകരനാണ്. അപ്പോൾ ഞങ്ങൾ സുരളി വാട്ടർഫാൾസിൻ്റെ അവിടെ ഏകദേശം എത്തിയിരിക്കുകയാണ്. കുരങ്ങന്മാരൊക്കെ യാതൊരുവിധ പഞ്ചവുമില്ല കേട്ടോ, ഓരോരുത്തരിരുന്ന് ഒരുങ്ങുന്നുണ്ട്. ഇവിടെ അത്ര വൃത്തിയൊന്നുമില്ല കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. സുരുളി വാട്ടർഫാൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സുരുളി വാട്ടർഫാൾ കുറച്ച് വെള്ളം കുറവാണ്, എന്നാലും കുഴപ്പമില്ല, വെള്ളമുണ്ട്. സീസൺ ആണെങ്കിൽ നല്ല വെള്ളം കാണും. കുറച്ചുകൂടെ ഈ മഴ സമയത്താണ് വരുന്നത്, നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരിക്കും. ഇപ്പോഴും തലക്കെടില്ലാത്ത വെള്ളമുണ്ട്. അതെ, മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസായ മേഘമലൈ കുന്നുകളിൽ നിന്നുമാണ് ഈ വാട്ടർഫാളിന്റെ ഉത്ഭവം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുരങ്ങന്മാരുടെ പലതരത്തിലുള്ള വികൃതികൾ കാണാം കേട്ടോ. കണ്ടോ, കയറിയിരിക്കുന്ന സ്ഥലം കണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് വെള്ളച്ചാട്ടത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള കാഴ്ചകൾ. അപ്പൊ ഇനിയും ഓരോരുത്തർ വരുന്നുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി. ധാരാളം പേര് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് ഒത്തിരി പേര് വാട്ടർഫാൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴോട്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാഴ്ചകൾ വേറെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടങ്ങ് പോവാം. കുറച്ചു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.